ശത്രുരാജ്യവുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാരിൽ ഒരാളുടെ പേര് ആൽവിൻ എന്നായിരുന്നു. ആൽവിൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ തൻ്റെ ക്ലാസ്സിൽ ഒരിക്കൽ പോലും അടങ്ങിയിരുന്നിട്ടില്ലാത്ത മഹാവികൃതിയായിരുന്ന കുട്ടിയുടെ മുഖം ആ ടീച്ചറുടെ മനസ്സിലങ്ങനെ തെളിഞ്ഞു വന്നു. തൻ്റെ വിദ്യാർത്ഥിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചറും പോയി. തങ്ങളുടെ സഹപാഠിയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ ആൽവിൻ്റെ സഹപാഠികൾ ഉണ്ടായിരുന്നു. ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ആൽവിൻ്റെ കുടുംബവും ടീച്ചറും സഹപാഠികളും എല്ലാവരും ഒരു ഹാളിൽ ഒരുമിച്ച് കൂടി. ആൽവിൻ്റെ അമ്മ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ കാണിക്കാൻ എൻ്റെ കയ്യിലൊരു സംഗതിയുണ്ട്. ടീച്ചറുടെ കയ്യിൽ ഒരു കഷ്ണം പേപ്പർ കൊടുത്തിട്ട് ആൽവിൻ്റെ അമ്മ ചോദിച്ചു, ടീച്ചർക്ക് ഈ പേപ്പർ ഓർമ്മയുണ്ടോ? ടീച്ചർ ആ പേപ്പർ തുറന്നു നോക്കി. പെട്ടെന്ന് ടീച്ചർക്ക് ഓർമ്മ വന്നു. പണ്ട് ആൽവിൻ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് ആ ക്ലാസ്സിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പീരീഡ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ കുട്ടികളോടും ഓരോ കഷ്ണം പേപ്പർ വീതം എടുക്കാൻ പറഞ്ഞു. അതിനുള്ളിൽ എല്ലാ കുട്ടികളുടെയും പേരെഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തരെക്കുറിച്ചും അവർക്ക് തോന്നിയിട്ടുള്ള നല്ല കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു. അത് ക്ലാസ്സിൽ ബാക്കിയുള്ളവർ കേൾക്കെ ഉറക്കെ വായിക്കാൻ പറഞ്ഞു. അന്ന് ആരോ ആൽവിനെക്കുറിച്ച് എഴുതിയ നല്ല വാക്കുകളാണ് ആ പേപ്പറിനുള്ളിൽ. പഴക്കം കീറിക്കളഞ്ഞ ആ പേപ്പർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സെല്ലോ ടേപ്പ് വെച്ച് കൂട്ടിയൊട്ടിച്ച് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. ആൽവിൻ്റെ അമ്മ പറഞ്ഞു, ടീച്ചറെ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോനിത് നിധി പോലെയാണ് കൊണ്ട് നടന്നിരുന്നത്. അവൻ്റെ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ എപ്പോഴും അവനതിങ്ങനെ സൂക്ഷിച്ചിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതുവരെ ടീച്ചർ അന്ന് ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതുവരെ എൻ്റെ മോന് അവനെക്കുറിച്ച് നല്ലത് കേൾക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ആരും അവനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അന്ന് ആ ദിവസത്തിന് ശേഷം എൻ്റെ മകൻ പിന്നീട് ഒരിക്കലും വികൃതിയായിരുന്നില്ല. അവൻ പഴയ ആൽവിനെ ആയിരുന്നില്ല. ഒരുപാട് നന്ദിയുണ്ട് ടീച്ചറെ. ടീച്ചറിൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് നനഞ്ഞു. ആൽവിൻ്റെ സഹപാഠികളിൽ 2 പേർ എഴുന്നേറ്റ് വന്ന് ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ആൽവിൻ്റെ കയ്യിൽ മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുമുണ്ട് അന്ന് ഞങ്ങളെക്കുറിച്ച് നല്ലത് എഴുതിയ ആ പേപ്പർ. ഞങ്ങളത് വളരെ സ്നേഹത്തോടുകൂടെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. മറ്റൊരു സഹപാഠിയുടെ ഭാര്യ പറഞ്ഞു, ടീച്ചറെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലും ഉണ്ട് ആ പേപ്പർ. അദ്ദേഹം അത് സൂക്ഷിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കല്യാണ ആൽബത്തിനുള്ളിലാണ്. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ടീച്ചർക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞ് വിതുമ്പി കരയാൻ തുടങ്ങി. അറിയാതെയാണെങ്കിലും ചിലരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നൽകുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിലയുണ്ട് എന്ന് പറഞ്ഞാണ് ഈ കഥ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരോടാണ്. എത്ര കാലമായി നമ്മൾ പഠിപ്പിക്കുന്നു, എത്ര കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ ഒരിക്കൽ പോലും ഒന്നിനു വേണ്ടിയും ഒരു നല്ല വാക്ക് കേൾക്കാൻ, നമ്മുടെ പ്രശംസ കേൾക്കാൻ അവസരം കിട്ടാത്ത കുട്ടികൾ ഉണ്ടായിട്ടില്ലേ? ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം ഓർമ്മയില്ലേ? A uniform body continues its state of rest unless it is acted upon by an external force. യൂണിഫോം ബോഡി മാത്രമല്ല, some bodies in uniform also continue their state of rest unless they are acted upon by an external force. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിക്കൂടെ നമുക്ക്? ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താ ചിന്തിച്ചതെന്ന് ഞാൻ പറയട്ടെ. എത്രയെന്ന് വെച്ചാൽ സാറേ, ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ, പരീക്ഷയിലൊന്ന് ജയിപ്പിച്ചെടുക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര ശ്രമിച്ചു. ചീത്ത പറഞ്ഞു, തല്ലിയിട്ട് പോരുമുണ്ട്. എന്നിട്ടും കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഒരു മാറ്റവുമില്ല, ഒരനക്കവുമില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, കുഴപ്പം കാറ്റു പിടിച്ചപ്പോൾ അനങ്ങാതിരുന്ന കരിങ്കല്ലിൻ്റെയാണോ, അതോ കരിങ്കല്ലിനെ കാറ്റുകൊണ്ട് അനക്കാമെന്ന് വിചാരിച്ച നമ്മുടേതാണോ? കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ ഭൂമിയിൽ വലിയ കുഴികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് മെഷീൻസ് കണ്ടിട്ടില്ലേ? എത്ര കഠിനമുള്ള ഭൂമിയാണെങ്കിലും, എത്ര കാഠിന്യമേറിയ പാറയാണെങ്കിലും അത് തുരന്ന് ഭൂമിയിൽ വലിയ കുഴികൾ ഉണ്ടാക്കും. അത്രയും പവർഫുള്ളായ, അത്രയും സ്ട്രോങ് ആയ ആ മെഷീൻ കൊണ്ട് ഒരു പുല്ലാങ്കുഴലിന് ഓട്ടയിടാൻ കഴിയില്ല. ചോദ്യം, നമ്മൾ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ശരിയായതായിരുന്നോ എന്നുള്ളതാണ്. അതെ, അവരെ വിട്ടുകളയരുത് കേട്ടോ. ടൂൾസ് ഒന്ന് മാറ്റിയാൽ മതി. എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മാറ്റണം. അങ്ങനെ മാറ്റി മാറ്റി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. മടുക്കുന്നവരെയല്ല, നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നത് വരെ.